One equal temper of heroic hearts, made weak by time and fate, but strong in will, to strive, to seek, to find, and not to yield. ഇത് ആൽഫ്രഡ് ടെന്നിസന്റെ യുളിസസിൽ നിന്നുള്ള ലൈൻസ് ആണ്. ഓക്കെ, നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കാം. ഇത് ടെന്നിസന്റെ തന്നെ കളക്ഷൻ ഓഫ് പോയംസ് ആണ്. സോ ബേസിക്കലി നമ്മൾ എപ്പോൾ നോക്കുവാണെങ്കിലും നമ്മൾ പലപ്പോഴും ലിറ്റററി വർക്സിൽ നിന്നുള്ള കോഡ്സ് എടുക്കാറുണ്ട്, അല്ലേ? പല സമയത്തും നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഹൊറർ ബേസ്ഡ് കോഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട്, ലിസൺ ടു ദം ചിൽഡ്രൻ ഓഫ് ദ നൈറ്റ്, വാട്ട് മ്യൂസിക് ദേ മേക്ക്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയിൽ നിന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിൽ നിന്ന് കോഡ്സ് എടുക്കാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ല. അത് റൊമാൻറ്റിക് കോഡ്സ് ആയിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള കോഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പയറിങ് കോഡ്സ് ആയിരിക്കാം. സോ അതെപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കാറുണ്ട്. ലിറ്ററേച്ചർ ബേസിക്കലി നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബുക്സ് വായിക്കുമായിരുന്നു. അപ്പോൾ കുറേ കൂടെ ഡയറക്റ്റായിട്ട് നമ്മളെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയാമായിരുന്നു. അതുപോലെ പലപ്പോഴും നമ്മളെ ഒരു ഡിഫറെൻറ്റ് വേർഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ബുക്സ് തന്നെയാണ്. ഈ പറഞ്ഞ ലിറ്ററേച്ചറാണ്, അല്ലാതെ മൂവീസ് അല്ല. ഇപ്പോൾ മൂവീസ് നമ്മളെ ബേസിക്കലി പറയുന്ന കാര്യം നമ്മളെ ഷോ ചെയ്യുകയാണ് ചെയ്യുന്നത്, വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബുക്സ് അങ്ങനെയല്ല. ഇപ്പോൾ ബുക്സിൻ്റെ കേസാണെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് വേർഡിലേക്ക് അത് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ആ ബുക്സ് തരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ മിസ്റ്ററീസ് ഓഫ് വുഡോൾഫോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗോത്തിക് വർക്കാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനെ വളരെയധികം കേട്ടർ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു വേൾഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വർക്കാണ് ദ മിസ്റ്ററീസ് ഓഫ് വുഡോൾഫോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ ടൈപ്പ് എന്ത് വർക്ക് എടുക്കുവാണെങ്കിലും നമുക്കത് നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഈ പറയുന്ന ബുക്സ് ഇപ്പോൾ എത്ര പേര് വായിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതോടൊപ്പം തന്നെ ഇത് വായിച്ചിട്ട് എത്ര പേര് ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാനോ ഇൻട്രസ്റ്റഡ് ആവും എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ഈ ലിറ്ററേച്ചർ ഇഷ്ടമുള്ളവർ ഇത്രയും പേരുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അധികം പേരൊന്നും ഇപ്പോൾ BA ഇംഗ്ലീഷ് കോഴ്സോ ഒന്നും ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ശരിക്കും ഒരു കാലത്ത് പറയുമായിരുന്നു, നമുക്കിഷ്ടമുള്ള കോഴ്സ് നമ്മളെ ചൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പാരൻസ് സമ്മതിക്കുന്നില്ല. പാരൻസ് പറയുന്നത് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതുകൊണ്ട് ആ കോഴ്സ് ചൂസ് ചെയ്യേണ്ട എന്നാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് പോലും ഈ കോഴ്സുകൾ, അല്ലേ, ഇപ്പോൾ ഈ ലിറ്ററേച്ചറോ അങ്ങനത്തെ കോഴ്സുകളൊന്നും എടുക്കാൻ സ്റ്റുഡൻസ് ഇല്ല. സോ ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടി ബേസിക്കലി സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും ലിറ്ററേച്ചർ അത്ര ഇഷ്ടമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കോഴ്സ് എടുക്കാനുള്ള ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് ഇത്രയും പേര് അത് ചൂസ് ചെയ്യാതിരിക്കുന്നത് സ്വാഭാവികമല്ല. സോ ബീയിങ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ വി ഹാവ് ടു ലിസൺ ടു അവർ ഹാർട്ട്സ് എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ കോഴ്സ് അത്ര യൂസ്ഫുൾ അല്ല എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. ഇപ്പോൾ നമ്മൾ BA ഇംഗ്ലീഷ് വിത്ത് സ്പെഷ്യലൈസേഷൻസ് ലൈക്ക് മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫിലിം സ്റ്റഡീസ്, അത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂരിലെ രാജഗിരി വിശ്വവിദ്യ കോളേജിലൊക്കെ ഈ കോഴ്സ് റെഡ്ലി പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ നിങ്ങളൊരു നല്ല റൈറ്ററാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സാണിത്. ഇപ്പോൾ വേറെ പല ന്യൂ ജനറേഷൻ കോഴ്സസും ഉണ്ടാകും, പക്ഷേ ഈ പറയുന്ന കോഴ്സിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. ബിക്കോസ് അത് തരുന്ന സാറ്റിസ്ഫാക്ഷൻ ചെറുതൊന്നുമല്ല. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.